അവളുടെ വിചിത്രമായ ആവശ്യം കേട്ട് അയാൾ അത്ഭുതത്തോടെയാണെങ്കിലും അത് അംഗീകരിച്ചു. അല്പം ദിവസങ്ങൾക്കുള്ളിൽ അവർ വിവാഹം കഴിച്ചു. പേര് പോലും അറിയാത്ത അജ്ഞാതയായ അവൾ സന്തനുവിന് നല്ലൊരു ഭാര്യയായി മാറി. വർഷങ്ങൾക്ക് ശേഷം അവർക്ക് ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഒരു കുട്ടി ജനിച്ചു. സന്തനുവിന് ആ സന്തോഷം അടക്കുവാൻ സാധിച്ചില്ല. രാജ്യത്തെ എല്ലാവർക്കും മധുരം അയാൾ പങ്കുവച്ചു. അയാളുടെ സന്തോഷം ഹസ്തിനപുരം മുഴുവനും ആഘോഷിച്ചു. ലോകത്തിലെ ഏറ്റവും സന്തോഷവാനായ വ്യക്തിയാണ് താനെന്ന് സന്തനുവിന് ആ സമയത്ത് തോന്നി. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അത് സംഭവിച്ചത്. ഒരു രാത്രിയായിരുന്നു അത്. തന്റെ ഭാര്യ കുഞ്ഞിനെയും എടുത്ത് ഇറങ്ങിപ്പോകുന്നതിന്റെ ശബ്ദം കേട്ടാണ് അയാൾ ഉണർന്നത്. ശബ്ദമുണ്ടാക്കാതെ അയാൾ ഭാര്യയെ പിന്തുടർന്നു. അവർ പരസ്പരം കണ്ടുമുട്ടിയ നദിക്കരയിലേക്കാണ് ഭാര്യ കുഞ്ഞിനെയും എടുത്തപ്പോൾ എത്തിയിരിക്കുന്നത്. അവൾ നദിയിലേക്ക് തന്നെ സൂക്ഷ്മമായി നോക്കി നിൽക്കുകയാണ്.